കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കുടുംബം. NM വിജയന്റെ സാമ്പത്തിക ബാധ്യത തീർക്കുമെന്ന വാക്ക് പാലിച്ചില്ല. പാർട്ടി ചുമതലപ്പെടുത്തിയ T സിദ്ദിഖിനും AP അനിൽകുമാറിനും കുടുംബത്തോട് ദേഷ്യമാണ്. നേതാക്കൾ ആരും വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും ഉപസമിതിക്ക് ശേഷം തയ്യാറാക്കിയ എഗ്രിമെന്റ് T സിദ്ദിഖ് MLA പൂഴ്ത്തിയെന്നും കുടുംബം ആരോപിച്ചു. ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പറഞ്ഞത് NM വിജയന്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുമെന്നായിരുന്നു പറഞ്ഞത്. രഹസ്യമായിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റില്ല, ഞങ്ങൾക്കൊരു ഡിമാൻഡ് വെച്ചു, അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതും ഞങ്ങൾ സമ്മതിച്ചു, അത് മതി. അർബൻ ബാങ്ക് നിയമനത്തിന് 45 ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മേടിച്ചതിൻ്റെ പൈസ, ഞങ്ങൾ വീടിരിക്കുന്ന സ്ഥലം പണയപ്പെടുത്തിയിട്ടാണ് അച്ഛൻ അത് ചെയ്തിരിക്കുന്നത്, അത് അവരെടുത്തു തരാം. പിന്നെ എൻ്റെ പേരിൽ അച്ഛനെടുത്തൊരു പേഴ്സണൽ ലോണും തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീടിൻ്റെതൊന്നും അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല. ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് വണ്ടൂർ MLA KP അനിൽകുമാറും കൽപ്പറ്റ MLA T സിദ്ദീഖുമാണ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഉപസമിതിയിലേക്ക് വിളിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. മാസങ്ങൾക്ക് മുന്നേ സണ്ണി ജോസഫ് MLA പിന്നെ ഞങ്ങളുടെ ഫോണേ എടുത്തിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെയും 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവരെ വിളിക്കുന്നത്, സണ്ണി ജോസഫിനെ ഡയറക്റ്റ് വിളിക്കുന്നത്. അന്ന് ഒറ്റ പ്രാവശ്യം ഫോൺ എടുത്തു എന്നല്ലാതെ ഫോൺ എടുക്കുന്നേ ഇല്ല. T സിദ്ദീഖായിരുന്നു ഞങ്ങളെ വിളിച്ചു. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു T സിദ്ദീഖും അനിൽകുമാറാണ് നമ്മളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്നാണ് പറഞ്ഞത്. ഈ അനിൽകുമാർ എന്നോട് പറഞ്ഞ കാര്യം, ഞാൻ IC ബാലകൃഷ്ണനാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉത്തരവാദി എന്ന് ഞാൻ മീഡിയയിൽ പറഞ്ഞതിന് പകരം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വന്നവരാണ് IC, അവനെ ത്രട്ടൺ ചെയ്ത് സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നടന്ന മരണത്തിനും ഒന്നിപ്പോൾ വിലയില്ലാതെയായി. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുകയാണ്. ദീപക് മലയമ്മ, ഗുഡ് ഈവനിങ്. ഒരു കോൺഗ്രസ് നേതാവിന്റെ മരണശേഷം ആ കുടുംബം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി NM വിജയന്റെ കുടുംബത്തിന്റെ ഈ പ്രതികരണം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വലിയ വിവാദങ്ങളിലൂടെ കടന്നുപോയതാണ്, പ്രതികരണങ്ങൾ വന്നതാണ്, പലതും രൂക്ഷമായിരുന്നു. ഉപസമിതിക്ക് ശേഷം ഒരു കരാർ ഉണ്ടാക്കി, ആ കരാർ പോലും പൂഴ്ത്തിവെക്കുന്നു. ആ കുടുംബത്തിന് അർഹതപ്പെട്ടത് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ജോസിന്റെ മരണം നടന്ന് ആ മൃതദേഹം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതിനു മുൻപുണ്ടായ മരണങ്ങളിലും ഉത്തരവാദി ആരെന്നതിലേക്ക് അന്വേഷണം എത്താത്ത സാഹചര്യവുമുണ്ട്. ഈ കുടുംബം നേരിടുന്നത് ഇതാണ് സമീപനം എന്നതിന്റെ ഒരു നേർചിത്രമായി മാറുകയല്ലേ ദീപക്? വെരി ഗുഡ് ഈവനിങ്. ഈ സംഭവത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കോഴിക്കോട് DCC കെട്ടിടത്തിന്റെ ഉദ്ഘാടന സമയത്താണ് വീണ്ടും നേതാക്കളെ കാണുന്നതിന് വേണ്ടി ഈ പറഞ്ഞ പത്മജ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നീട് അവർ പാർട്ടിയോട് അനുനയ ഭാവം സ്വീകരിച്ചുകൊണ്ടാണ് മാറി നിൽക്കുകയും ചെയ്യുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ പാർട്ടിയിൽ പൂർണ്ണമായൊരു വിശ്വാസമാം NM വിജയന്റെ കുടുംബം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പൂർണ്ണമായും പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രതികരണമായി പുറത്തേക്ക് വരികയും ചെയ്തത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് AP അനിൽകുമാർ, മറ്റൊന്ന് T സിദ്ദിഖ്. ഈ 2 പേരാണ് ഈ സംഭവം നടന്നതിന് ശേഷം ഉപസമിതി വന്നതിന് പിന്നാലെ അവരുടെ ബാധ്യതകൾ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുമെന്ന പാർട്ടി ഉറപ്പ് നൽകിയിരിക്കുന്ന 2 പേരെന്ന് പറയുന്നത്. ആ 2 പേരും ഒരു തരത്തിലും തങ്ങളോട് സഹകരിക്കുന്നില്ല. തങ്ങൾ ഓരോ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട വാദമായി മുന്നോട്ട് വരികയും ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ NM വിജയന്റെ മൂത്ത മകൻ അദ്ദേഹം അസുഖബാധിതനായി കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് വന്നിരിക്കുന്ന ആശുപത്രി ബില്ല് അടയ്ക്കാനുള്ള തുക പോലും കണ്ടെത്താൻ ആ കുടുംബത്തിന് കഴിഞ്ഞിരുന്നില്ല. ആ ഘട്ടത്തിൽ പോലും ഇവർ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളെ എല്ലാം തന്നെ വിളിക്കുന്നുണ്ട്. ആരും തന്നെ അവർ തിരിഞ്ഞു നോക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് NM വിജയന് ഈ കടബാധ്യത വന്നത് എന്നുള്ള ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നത്. അതിനുള്ള ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ ആത്മഹത്യാക്കുറിപ്പൊക്കെ പുറത്തു വന്ന ഘട്ടത്തിൽ കൃത്യമായി പുറത്തേക്ക് വരികയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ആദ്യഘട്ടത്തിൽ ഒന്ന് മാറി നിന്ന നേതാക്കളെല്ലാം പിന്നീട് തുടർച്ചയായി ബത്തേരിയിലെ NM വിജയന്റെ വീട്ടിലേക്ക് എത്തുന്നതും അവർക്ക് പാർട്ടിയൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തത്. എന്നാൽ പാർട്ടി ഇക്കാലം അത്രയും കൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് NM വിജയന്റെ കുടുംബം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ഇനിയിപ്പോൾ ഈ പാർട്ടിയിൽ വിശ്വാസമില്ല എന്ന് പറയേണ്ടി വരികയാണ് കഴിഞ്ഞ 5 പതിറ്റാണ്ടോളം പാർട്ടിക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു മനുഷ്യന്റെ കുടുംബത്തിന് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുത അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ പത്മജ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ഉപസമിതിയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന തിരുവഞ്ചൂരിനെ നേരിട്ട് പോയി കാണുന്നുണ്ട്. ആ സമയത്ത്
തിരുവഞ്ചൂർ അദ്ദേഹത്തിന്റെ നിസ്സഹായത പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവരോട് പറഞ്ഞിരുന്നു. നിങ്ങളെ സഹായിക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നേതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെയ്യാതിരിക്കുന്നതിന് താൻ എന്ത് ചെയ്യും, താൻ ഇതിനകത്ത് പെട്ടുപോയതാണ് എന്ന തരത്തിൽ തിരുവഞ്ചൂരിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ് പത്മജ ഒരു പ്രതികരണമായി നമ്മുടെ അടുത്ത് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ സകല നേതാക്കളും ഒരു ഘട്ടത്തിൽ പാർട്ടി പ്രതിരോധത്തിലായപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി പാർട്ടി ഒപ്പം ഉണ്ടാകുമെന്നുള്ള പിന്തുണ ആ കുടുംബത്തിന് നൽകുന്നു. അതിനുശേഷം പൂർണ്ണമായും തകർന്നുപോയ അതാണ് പറഞ്ഞു പറ്റിച്ചു എന്നുള്ളത് വ്യക്തമാണ്. ദീപക് മലയമ്മ, ഇതിലും ഇത്രയും നന്നായി എങ്ങനെയാണ് നമ്മൾ ഈ കാര്യം അധികൃതരുടെ മുന്നിലേക്ക്, പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുക? പറഞ്ഞു പറ്റിക്കുകയാണ് ആ കുടുംബത്തെ ചെയ്തത് എന്നത് വ്യക്തമാണ്. ജോസിനുണ്ടാകാൻ പോകുന്ന അനുഭവവും ജോസിന്റെ കുടുംബത്തിനുണ്ടാകാൻ പോകുന്ന അനുഭവവും മറ്റൊന്നായിരിക്കുമോ? അല്ല എന്ന് തെളിയിക്കേണ്ടത് KPCC നേതൃത്വമാണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ്. ഇക്കാര്യത്തിൽ TC MLA അടക്കം മറുപടി പറയേണ്ട കാര്യങ്ങളുണ്ട്. ആ കുടുംബത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.